സൗജന്യ ചികിത്സാ പദ്ധതിയിലൂടെ നടത്തിയ ചെലവ് പരിശോധിച്ചാൽ UDF കാലത്ത് ഒരു കുടുംബത്തിന് പരമാവധി 30,000 രൂപയുടെ പരിരക്ഷയാണ് ലഭിച്ചിരുന്നത്. LDF സർക്കാർ ഒരു വർഷം 5 ലക്ഷം രൂപയായി ഉയർത്തി. പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളുടെ എണ്ണം UDF കാലത്ത് 28 ലക്ഷം, LDF കാലം 42.5 ലക്ഷം. 22ഉം 42ഉം തമ്മിലുള്ള വ്യത്യാസം നാം കാണേണ്ടതായിട്ടുണ്ട്. 5 വർഷത്തിൽ UDF ഭരണത്തിൽ ആകെ നൽകിയ സൗജന്യ ചികിത്സ 660 കോടി രൂപയുടേതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ 5 വർഷം കൊണ്ട് 24,78,000 ആളുകൾക്ക് ആകെ 8,425 കോടിയുടെ സൗജന്യ ചികിത്സ LDF സർക്കാരിന് നൽകാനായി. ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല രീതിയിൽ സൗജന്യ ചികിത്സ നടത്തുന്ന സംസ്ഥാനമാക്കി ഉയർത്തുന്നതിന് സഹായിച്ചതാണ്. സർക്കാരിൻ്റെ ഇത്തരം ഇടപെടൽ കേരളത്തിലെ ജനങ്ങളുടെ ചികിത്സാ ചെലവിൽ 60% കുറവുണ്ടായി എന്നാണ് കേന്ദ്ര ഏജൻസിയായ NSSO അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. UDF കാലത്ത് 2016 സർവേ പ്രകാരം ഗ്രാമീണ മേഖലയിൽ കുടുംബത്തിൻ്റെ ചികിത്സാ ചെലവ് 17,054 രൂപയായിരുന്നു. നഗരമേഖലയിൽ 23,123 രൂപയായിരുന്നു. എന്നാൽ 2024 എടുത്താൽ ഇതേ NSSO റിപ്പോർട്ട് പ്രകാരം ഇത് ഗ്രാമീണ മേഖലയിൽ 10,929 രൂപയായി. നഗരമേഖലയിൽ 13,140 രൂപയായി കുറയാനുണ്ടായി. നല്ല കുറവ് ഇതിൽ സംഭവിച്ചുവെന്നാണ് കാണാൻ നമുക്ക് സാധിക്കും. ഇതാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ഇടതുപക്ഷ പദ്ധതി. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, സൗജന്യ ചികിത്സ, ഇതെല്ലാം ഒരുക്കിയതിൻ്റെ പ്രതിഫലനം സംസ്ഥാനത്തെ ആരോഗ്യ സൂചികകളിൽ വ്യക്തമായി കാണാനാകും.